ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേക്കടിയിലെ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫുൾ ഡേ ട്രെക്കിംഗ് പ്രോഗ്രാമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കുമളിക്കടുത്തുള്ള ബാംബു ഗ്രൂവ് എന്ന് പറയുന്ന പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന ബസ്സുകളിൽ കയറി നേരെ ബോട്ട് ലാൻഡിങ് വരെ, അതായത് നമ്മൾ ബോട്ടിങ് പോകുന്ന ആ ഒരു ഏരിയ വരെ ചെന്ന് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബാംബു ഗ്രൂവിൽ വന്നത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. നമ്മൾ തേക്കടിയിൽ പലതവണ ട്രെക്കിങ്ങിന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വന്ന ടൈമിലെല്ലാം നല്ല രീതിയിൽ പച്ചപ്പും ഹരിതാപയെല്ലാം ഉള്ളൊരു ടൈമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ളൊരു ടൈമാണ്. ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭംഗി കാണുക എന്ന് മാത്രമല്ല, ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ ഡാമിൻ്റെ റിസർവോയറിലേക്ക് വരാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ പോകുന്നത് ഈ റിസർവോയറിൻ്റെ സൈഡിലൂടെയാണ്. നമ്മൾ ഈ കാണുന്ന ബേർഡ് ഏതാണെന്നുള്ളത് മനസ്സിലായോ? വൈറ്റ് ചീക്ക് ബാബറ്റ്, അതായത് ചിന്നക്കുട്ടുറുവൻ അല്ലെങ്കിൽ പച്ചിലക്കുടുക്ക എന്നൊക്കെയാണ് ഈ ഒരു ബേർഡിൻ്റെ പേര്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ കാട്ടിലുമെല്ലാം വളരെ കോമൺ ആയിട്ട് കാണാറുള്ളൊരു ബേർഡാണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ് ആണെങ്കിൽ പോലും ഈ കാണുന്ന ഒരു ചെടിയിൽ ഈ റെഡ് പൂവിൽ വന്നിരിക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. സാധാരണ ഈ പച്ച ഇലയുടെ കൂട്ടത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന ആ ഒരു സൗണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇവരുടെ ഒരു പ്രധാന ആഹാരം എന്ന് പറയുന്നത് ചെറിയ ടൈപ്പ് പഴങ്ങളും കായ്കളും ഒക്കെയാണ്. അതിൽ തന്നെ അരയാല്, വേപ്പ്, പേരാല് ഇങ്ങനെയുള്ള മരങ്ങളുടെ പഴങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. കുറച്ച് പേടി കൂടിയ ടൈപ്പ് ബേർഡ്സ് ആയതുകൊണ്ട് തന്നെ പൊതുവെ മരങ്ങളുടെ ടോപ്പിലായിട്ടാണ് ഇവരെ കാണാറുള്ളത്. പക്ഷേ അരിപ്പൂച്ചെടിയുടെ കാ കഴിക്കുന്നതിനായിട്ട് ചില ടൈമിൽ അവർ താഴെയുള്ള കൊമ്പുകളിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ വന്നിരിക്കുന്നതും കാണാറുണ്ട്. ഡിസംബർ മുതൽ ജൂൺ വരെയാണ് ഇവരുടെ ഒരു പ്രജനന കാലയളവ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഉണങ്ങി തുടങ്ങിയതോ അല്ലെങ്കിൽ ബലം കുറഞ്ഞതോ ആയിട്ടുള്ള വലിയ മരങ്ങളുടെ അതിൻ്റെ തായ്തടിയിലാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. പ്രജനനത്തിനും അതുപോലെ ഇവർ രാത്രി ചേക്കേറുന്നതിനായിട്ട് അതേ കൂടുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും പച്ചിലക്കുടുക്കയുടെ നല്ല അടിപൊളി കുറേ വിഷ്വൽസ് എല്ലാം എടുത്തതിന് ശേഷം ഈ കാണുന്ന ബസ്സിൽ കയറി നമ്മൾ നേരെ ബോട്ട് ലാൻഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് നമുക്ക് ബോട്ട് ലാൻഡിങ്ങിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. ഈ കാണുന്നത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് അകത്തേക്ക് നമുക്ക് പ്രൈവറ്റ് വണ്ടികളൊന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ ഈ കാണുന്നൊരു ബസ് മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഓടി നമ്മൾ നേരെ ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു നിൽഗിരി ലങ്കൂറാണ്. ഇതിനു മുമ്പ് നമ്മൾ പലതവണ ബോട്ട് ലാൻഡിങ് വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഈ നിൽഗിരി ലങ്കൂർ. അപ്പോൾ നിൽഗിരി ലങ്കൂറിനെ കാണാനായിട്ട് നമുക്ക് കാടിനകത്തേക്ക് തന്നെ കയറണമെന്നില്ല. നമ്മൾ ബോട്ട് ലാൻഡിങ്ങിൽ ബോട്ടിങ് പോകാനായിട്ട് വരുന്ന ടൈമിൽ പോലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ തൊട്ടടുത്ത് നമുക്ക് ഇവരെ കാണാൻ പറ്റും.
അങ്ങനെ കുറച്ചു നേരം നിന്ന് നമ്മൾ കുരങ്ങിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ ഈ ബോട്ട് ലാൻഡിങ്ങിന് തൊട്ട് താഴെയുള്ള ഇൻഫർമേഷൻ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്ലേസിൽ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മഴക്കാലത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ ലീച്ച് സോക്സ് എല്ലാം കെട്ടിയതിന് ശേഷമാണ് ഈ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഇത് വേനലായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അട്ടയുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലീച്ച് സോക്സ് കെട്ടാത്തത്. നമ്മൾ ഈ ലേക്കിൽ വെള്ളം നല്ലപോലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മീനുകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ സർഫേസിൽ വന്ന് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ മീനുകൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് പല സ്ഥലങ്ങളിലുമായിട്ട് ഒരുപാട് വാട്ടർ ബേർഡ്സ് നമുക്ക് ഇരിക്കുന്നത് കാണാം. ചാരക്കൊക്കും പൊന്മാനും കൊക്കുകളും നീർക്കാക്കയും അങ്ങനെ ഒരുപാട് ബേർഡ്സിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. നമ്മൾ ഈ കാണുന്നൊരു ലേക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാലോ. നമ്മുടെ ഡാമിൽ വെള്ളം കുറയുന്നതനുസരിച്ചിട്ട് ഈ കാണുന്ന ലേക്കിലും വെള്ളം കുറയും. അങ്ങനെ കുറച്ച് നേരം നിന്ന് ഈ ബേർഡ്സിൻ്റെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഈ കാണുന്ന ലേക്ക് നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഈ കാണുന്ന ബാംബു റാഫ്റ്റിലാണ്. ഇതിനു മുമ്പ് പലതവണ നമ്മളിവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഈ ബാംബു റാഫ്റ്റിങ്ങിന് മാത്രമല്ല, നേച്ചർ വോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമും അതുപോലെ ടൈഗർ ട്രെയിലിന് പോകുമ്പോഴും എല്ലാം ഈ ഒരു റാഫ്റ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇക്കരയിൽ എത്തിയതിന് ശേഷം ഈ ഒരു പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റെ ഒപ്പം ഉള്ളത് 6 ഫോറിനേഴ്സാണ്. അതിൽ 4 പേര് ജർമ്മനിക്കാരും 2 പേര് ഇംഗ്ലണ്ടുകാരുമാണ്. ഇപ്പോൾ എക്സാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കണം നമ്മുടെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഉള്ള ഗസ്റ്റുകളുടെ എണ്ണം കുറച്ച് കുറവാണ്. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചാരക്കോഴിയാണ്. നമ്മുടെ നോർമൽ നീർക്കാക്കകളെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ചിറകുകളുടെയും അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ഷെയ്ഡെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഇവർ പറക്കുന്ന ആ ഒരു വിഷ്വൽ കിട്ടാനായിട്ട് നോക്കി നിന്ന കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാരക്കോഴി ഒരു പറക്കലും പറഞ്ഞു. എന്തായാലും ഈ ബേർഡ്സ് ഇങ്ങനെ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിലൂടെ ഫ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ച അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ നല്ല വേനലായിട്ടുള്ളൊരു ടൈമിൽ വന്നതുകൊണ്ട് തന്നെ വാട്ടർ ബേർഡ്സിൻ്റെ ഇതുപോലെ ഫ്ലൈയിങ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ പുറകെ വരാനുമുണ്ട്. നമ്മൾ ഈ നടക്കുന്ന ട്രെക്ക് പാത്തിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ലാൻഡിങ് കാണാൻ പറ്റും. ഈ കിടക്കുന്ന ബോട്ടുകളെല്ലാം മെയിൻ്റനൻസിനായിട്ട് മുകളിൽ കയറ്റിയിട്ടിരിക്കുന്ന ബോട്ടുകളാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു അളവ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. വേനൽക്കാലത്ത് ഉൾപ്പെടെ നമ്മൾ പല തവണ പെരിയാർ ടൈഗർ റിസർവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് വന്ന ടൈമിലൊന്നും തന്നെ വെള്ളം ഇത്രയും താഴെ ഇറങ്ങിയതായിട്ട് കണ്ടിട്ടില്ല. ഏകദേശം ഇതേ ഒരു കണ്ടീഷൻ തന്നെ ആയിരിക്കും നമ്മുടെ കാടിനകത്തും. കാടിനകത്തുള്ള ചെറിയ അരുവികളും ഇതുപോലുള്ള ലേക്കുകളും എല്ലാം തന്നെ ഇപ്പോൾ വറ്റി വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ആനിമൽസിനെല്ലാം വെള്ളം കുടിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശ്രയം എന്ന് പറയുന്നതും ഈ കാണുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ തന്നെയാണ്. പണ്ട് ഈ ഒരു ഡാം വന്ന ആ ഒരു ടൈമിൽ ഒരുപാട് കാടിൻ്റെ ഏരിയ വെള്ളത്തിനടിയിലായെങ്കിൽ പോലും ഇപ്പോൾ അതേ കാടിനകത്തുള്ള ആനിമൽസിന് നല്ല വേനൽക്കാലത്ത് വെള്ളം കുടിക്കണമെങ്കിൽ ഈ ഒരു ഡാമിലെ വെള്ളം തന്നെ വേണം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പെരിയാറിലെ കാട് അതൊരു പ്രത്യേക രസം തന്നെയാണ്. അത് വേനലാണെങ്കിലും മഴക്കാലമാണെങ്കിലും മഞ്ഞുകാലമാണെങ്കിലും ശിശിരമാണെങ്കിലും എന്താണെങ്കിലും ഇവിടുത്തെ ആ ഒരു കാടിൻ്റെ ഒരു ഭംഗി അതൊരു പ്രത്യേക രസം തന്നെയാണ്. ഇവിടെ പല സീസണിലായിട്ട് ട്രെക്കിങ് വന്നിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വിഷ്വലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് നല്ല മഴ കൊണ്ടും നല്ല വെയിലത്തും മഞ്ഞുള്ള ടൈമിലും ഒക്കെ നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ട്രെക്കിങ്ങിനും ഓരോ രീതിയിലുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കുളം പോലെ കുഴിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ശരിക്കും ഈ വേനലായതുകൊണ്ട് തന്നെ ആനിമൽസിന് വെള്ളം കിട്ടാനായിട്ടുള്ള ഒരു ചെറിയ തണ്ണീർത്തടം പോലെയാണ്. അപ്പോൾ ചെറിയൊരു മഴ എന്തെങ്കിലും പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെള്ളം സ്റ്റോർ ആവും. അപ്പോൾ അനിമൽസിന് ഇവിടെ വന്ന് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം പന്നികളായിരുന്നു. ഈ പന്നിക്കൂട്ടം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുറച്ച് കന്യാസ്ത്രീ കൊക്കുകൾ ഇരിക്കുന്നതും കാണാം. ഇവരുടെ ശരിക്ക് പേര് ഏഷ്യൻ വോളി നെക്ക് സ്ട്രോക്ക് എന്നാണെങ്കിലും ഇവരുടെ ഈ ഒരു പാറ്റേൺ കാരണമായിരിക്കും ഇവർക്ക് കന്യാസ്ത്രീ കൊക്ക് എന്നുള്ള പേര് വന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല വെയിലുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കത്ര ഭംഗിയായിട്ടൊന്നും വിഷ്വൽസ് പകർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പല ഫ്രെയിമിലും നോക്കുമ്പോഴേക്കും ആ വെയിലിൻ്റെ ചൂട് പോകുന്നതിൻ്റെ ഒരു കാഴ്ചയെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പന്നിക്കൂട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് 2 പേര് വരുന്നുണ്ടായിരുന്നു. ഇവരിവിടെ ഡാമിൽ ഫിഷിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഇവിടെയുള്ള ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടുത്തെ ഡാമിൽ ഫിഷ് ചെയ്യാനായിട്ടുള്ള പെർമിഷനുള്ളൂ. പുറത്തുനിന്നുള്ള ഒരാൾക്ക് പോലും ഇവിടെ കാടിനകത്തേക്ക് കയറാനായിട്ടുള്ള പെർമിഷനില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നെക്സ്റ്റ് കിട്ടിയതാണ് വീണ്ടും ഒരു നിൽഗിരി ലംഗൂർ. അത് കാടിന് കുറച്ച് അകത്തായതുകൊണ്ട് തന്നെ അത്ര ഭംഗിയായിട്ട് നമുക്ക് വിഷ്വൽ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല.
അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്നൊരു ചെറിയ ബേർഡിനെ കണ്ടത്. കാണാൻ നല്ല രസമുള്ളൊരു ബേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് ഈ ഒരു ഫ്രെയിം എല്ലാം നല്ല രീതിയിൽ പകർത്തിയതിന് ശേഷമാണ് നമ്മൾ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം വീണ്ടും നമ്മൾ ഡാമിൻ്റെ തന്നെ ആ ഒരു റിസർവോയറിൻ്റെ സൈഡിലേക്ക് എത്തി. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്താണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ കാണുന്ന ഈ ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് സാവധാനമാണ് ഇനി നമ്മൾ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് കാണണ്ടേ. ഒരു ഏത്തപ്പഴം, ആപ്പിള്, ഓറഞ്ച്, പിന്നെ 2 ചെറിയ പഴം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. അതുകൂടാതെ നമ്മൾ ഈ കാണുന്ന ആ ഒരു ലഞ്ച് ബോക്സ് കണ്ടില്ലേ, അതിനകത്ത് ഒരു സാൻഡ്വിച്ചും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഒപ്പം കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങളവിടെ റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് ഈ കാണുന്നൊരു മെയിലായിട്ടുള്ളൊരു പന്നി ഒറ്റയ്ക്ക് ഓടി വരുന്നത്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത് നമ്മുടെ ലയൺ കിങ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ പൂമ്പ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ട്രെക്കിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൂടെയല്ല. ഇനി കുറച്ച് നേരം നമ്മൾ പോകുന്നത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിനകത്തുകൂടിയാണ്. മഴക്കാലം ആയിരുന്നെങ്കിൽ നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ 2 സൈഡിലും നല്ല രീതിയിൽ പുല്ലും ചെടികളും എല്ലാം നിൽക്കുന്നത് കാണാം. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ നടക്കുന്ന ആ ഒരു ട്രെക്കിംഗ് പാത്തും അതിൻ്റെ സൈഡിലുള്ള ഏരിയ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ട്രെക്കിംഗ് എല്ലാം പോകാനായിട്ട് വളരെ ഇഷ്ടമാണ്, പക്ഷേ അട്ടയെ വളരെ പേടിയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ട്രെക്കിംഗ് പോകാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ വേനൽ തന്നെയാണ്. കാരണം വേനൽക്കാലത്ത് നമ്മൾ പോകുമ്പോൾ അട്ടയുടെ ശല്യം ഒട്ടും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. അതിൽ അട്ടയെ നമ്മൾ വല്ലയിടത്തും കാണുകയാണെങ്കിൽ പോലും അത് കുറച്ചൊക്കെ ചെളിയുള്ള ഒരു ഏരിയകളിൽ മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓറഞ്ച് ഹെഡഡ് ത്രസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ത്രോട്ടഡ് ഗ്രൗണ്ട് ത്രഷ് എന്ന് പറയുന്ന ഈ ഒരു ബേർഡാണ്. ഇതിനു മുമ്പും നമ്മൾ ട്രെക്കിങ് പോകുന്ന സമയത്ത് ഇവരെ പല തവണ കണ്ടിട്ടുണ്ട്. സാധാരണ ബേർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇവർ കൂടുതലും കാണാറുള്ളത് ഗ്രൗണ്ടിൽ തന്നെയാണ്, അതായത് നമ്മുടെ തറയിൽ. മലയാളത്തിൽ ഇവരുടെ പേര് കുറച്ച് വെറൈറ്റിയാണ്. കുറുക്കണ്ണൻ കാട്ടുപുള്ള് അഥവാ ചെന്തലയൻ കാട്ടുപുള്ള്. ഇവരുടെ ആ ഒരു വിസ്ലിങ്ങും കേൾക്കാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ്. അതൊന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ. അങ്ങനെ ഈ ബേർഡിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നെക്സ്റ്റ് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. വേറൊന്നുമല്ല, ഈ കാണുന്നൊരു മരത്തിൽ ഒരുപാട് ചെറിയ എട്ടുകാലികൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. ശരിക്കും വിഷമൊന്നുമില്ലാത്ത ഈ ഒരു എട്ടുകാലി അങ്ങനെ ഉപദ്രവകാരിയൊന്നുമല്ല. അങ്ങനെ എട്ടുകാലികളുടെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സാധാരണ ഈ ഭാഗത്തെല്ലാം നമ്മൾ മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കാട് ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മഴക്കാലത്തെ ആ ഒരു പച്ചപ്പും ഹരിതാപയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വെറൈറ്റി കാഴ്ചയാണ്. വേറൊന്നുമല്ല, നമ്മൾ ടൈഗർ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. ടൈഗർ നഖം വെച്ച് മാന്തി ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടുള്ള മരമാണ് നമ്മൾ ഈ കാണുന്ന ചുരക്കാളി എന്ന് പറയുന്ന മരം. ഇതിൽ പൊതുവെ ടൈഗർ ഇങ്ങനെ മാന്തുന്നതിൻ്റെ ഒരു റീസൺ പറയുന്നത് അവർ മീറ്റും അതുപോലെ എന്തെങ്കിലും കഴിക്കുന്ന ആ ഒരു ടൈമിൽ അവരുടെ നഖങ്ങളിൽ വരുന്ന അഴുക്കുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതിനും ആ നഖം ഷാർപ്പൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുരക്കാളി എന്ന് പറയുന്ന ഈ ഒരു മരത്തിൽ മാന്തുന്നത് എന്നാണ് പറയുന്നത്.
എന്തായാലും ഏകദേശം ഒരു 7 അടിയോളം ഹൈറ്റിൽ ഇതുപോലെ നഖം വെച്ച് മാന്തിയത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ നടന്ന് വീണ്ടും ഒരു ലേക്കിൻ്റെ സൈഡിലേക്ക് എത്തി. ഇനി ഈ കാണുന്ന ചങ്ങാടങ്ങളിലാണ് നമ്മൾ കുറച്ച് നേരം റാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി. ഏകദേശം ഒരു 1.5 മണിക്കൂർ വൺ സൈഡ് നമ്മൾ റാഫ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ റാഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ഒന്ന് ട്രെക്കിംഗ് എല്ലാം ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഈ കാണുന്ന ചെറിയ ചങ്ങാടത്തിൽ പോയി നേരെ കാണുന്ന ആ വലിയ ചങ്ങാടം എടുത്തു കൊണ്ടുവന്നതിന് ശേഷം വേണം നമുക്ക് ഇവിടെ നിന്ന് റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ലേക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ടൈഗർ ട്രെയിലിൻ്റെ ആ ഒരു ക്യാമ്പ് ഷെഡ്. അപ്പോൾ നമ്മൾ 1 ഡേ ആണെങ്കിലും 2 ഡേയ്സ് പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിലും ആ കാണുന്ന ഒരു ഷെഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഈ ചങ്ങാടം ഇതുപോലെ നടുക്കായിട്ട് കൊണ്ടുപോയി കെട്ടുന്നതിനൊരു കാരണമുണ്ട്. ഇത് നമ്മൾ ലേക്കിൻ്റെ സൈഡിലാണ് കെട്ടുന്നതെങ്കിൽ ആനകൾ വന്ന് ഇതെല്ലാം ചവിട്ടി പൊട്ടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനു മുമ്പ് അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ലേക്കിലേക്ക് കുറച്ചുകൂടി നടുക്കോട്ട് നീക്കി ഇത് കെട്ടി വെക്കുന്നത്. നമ്മളിവിടെ നിന്ന് ചുറ്റിനും ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് കിട്ടിയൊരു ഐറ്റമാണ് ഈ കാണുന്ന റിവർ ടേൺ അഥവാ പുഴ ആള എന്ന് പറയുന്ന ഈ ഒരു ബേർഡ്. സാധാരണയായിട്ട് ഇവരെ പുഴകളുടെ സൈഡിലാണ് കാണാറുള്ളത്. പക്ഷേ വളരെ റെയറായിട്ട് നമുക്ക് സീ സൈഡിൽ, അതായത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലെല്ലാം ഇവരെ കാണാനും പറ്റും. മീനുകളും അതുപോലെ മറ്റ് ജലജീവികളൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. ഇവർ സാധാരണ കൂടുണ്ടാക്കുന്നത് മണ്ണിലോ അല്ലെങ്കിൽ കല്ലുകളുടെ ഇടയിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ ബേർഡ്സിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഈ കാണുന്നൊരു റാഫ്റ്റിൽ ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് ഒരു ചെറിയ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലഞ്ചെല്ലാം കഴിഞ്ഞായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മുടെ റാഫ്റ്റിംഗ് ഫുൾ ഫ്ലെഡ്ജിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടൈഗർ ട്രെയിലിൻ്റെ ആ ഒരു ക്യാമ്പ് ഷെഡിൽ പോയി നമുക്കുള്ള ലൈഫ് ജാക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മുടെ റാഫ്റ്റിംഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ ടൈഗർ ട്രെയിലിൻ്റെ ആ ഒരു ക്യാമ്പ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ റിസർവോയറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പ് ഷെഡ് നിൽക്കുന്നത്. ക്യാമ്പ് ഷെഡിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ട്രെഞ്ചെല്ലാം നമുക്ക് കാണാം. ആനകളുടെയും മറ്റും വളരെയധികം പ്രസൻസ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രെഞ്ച് എടുത്ത് ഈ ഒരു ഭാഗമെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ലേക്കിൻ്റെ പല ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഭാഗത്ത് മ്ലാവുകളുടെ ഒരുപാട് കൊമ്പുകളും എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ലൈഫ് ജാക്കറ്റിലായിട്ട് നമ്മൾ തിരിച്ച് റാഫ്റ്റിലേക്ക് വന്ന് നമ്മുടെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ചെയ്യുന്ന ബാംബു റാഫ്റ്റിംഗ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നല്ല വെയിലുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്നുള്ള ചൂടും ഈ വെയിലിൻ്റെ റിഫ്ലക്ഷനും എല്ലാം കൂടി വരുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മൾ ഹീറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീമോ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിൽ കരുതുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ വേനൽമഴയുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ചെറിയ കുടയെല്ലാം കരുതുന്നത് നന്നായിരിക്കും. എന്തായാലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് ലേക്കിലെ വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ താഴെയുള്ള മരക്കുറ്റികളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പണിത ആ ഒരു ടൈമിൽ ഇവിടെ വെള്ളം കയറി ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം നശിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും ഈ മരക്കുറ്റികൾ നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ ഈ ഒരു റാഫ്റ്റിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതിൻ്റെ ആ ഒരു ഫ്രെയിം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. എത്ര വെയിലാണെങ്കിലും ഈ ഒരു കാഴ്ചയും ഇവിടുത്തെ ഈ ഒരു ഫ്രെയിംസും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ തുഴഞ്ഞു പോകുന്ന ആ ഒരു വഴിക്കാണ് ഈ കാണുന്നൊരു കൊക്ക് ഈ ഒരു കൊമ്പിലിരിക്കുന്നത് കണ്ടത്. ഇതൊരു സാധാരണ കൊക്കാണെങ്കിൽ പോലും ഇതിന് ഈ ഒരു ഫ്രെയിമിൽ കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഇതിരിക്കുന്ന ആ ഒരു കൊമ്പും അതിന് തൊട്ട് പിന്നിലായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പുറകിൽ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കുറച്ച് മരങ്ങളും എന്തായാലും ഈ ഒരു ഫ്രെയിം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ചങ്ങാടം നീങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച അതെത്ര കണ്ടാലും നമുക്ക് മതി വരുന്നില്ല. അങ്ങനെ നമ്മൾ റാഫ്റ്റെല്ലാം ഒരു സൈഡിൽ ഒതുക്കി ഇനി കുറച്ച് നേരം നമ്മൾ ട്രെക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ലൈവായിട്ടുള്ള ആ ഒരു ഓഡിയോ എല്ലാം കേട്ട് നടന്നാലോ.
നമ്മളിതാ ഈ പോകുന്ന വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആനപ്പിണ്ടം എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണാം. ആനകൾ സ്ഥിരമായിട്ട് നിന്ന് മെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ചിലപ്പോൾ നൈറ്റിലോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രെക്കിങ്ങിന് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിനെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഒരുപാട് ആനപ്പിണ്ടം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതിലൂടെ തന്നെ ഈ ആനകളുടെ പ്രസൻസും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ മിക്കപ്പോഴും ആനിമൽസ് നിൽക്കാനായിട്ട് ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഈ ഒരു ഭാഗമെല്ലാം നിരീക്ഷിക്കുന്നത്. നമ്മുടെ ഗൈഡ് കുറേ നേരം നോക്കിയിട്ടും ആനിമൽസിനൊന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ട്രെക്കിങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ട്രെക്ക് ചെയ്ത് നമ്മൾ ലേക്കിൻ്റെ മറ്റൊരു സൈഡിലെത്തിയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കൂട്ടം കാട്ടുപന്നികളായിരുന്നു. പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഭംഗിയായിട്ട് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ചങ്ങാടം കെട്ടിയ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഏരിയയിൽ ഒരുപാട് പാറക്കല്ലുകൾ താഴെ കിടക്കുന്നത് കാണാം. ലേക്കിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രം ഇത്രത്തോളം ചെറിയ ചെറിയ പാറക്കല്ലുകൾ ആരോ കൊണ്ടുവന്ന് അടുക്കി വെച്ച രീതിയിൽ എങ്ങനെ വന്നു എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതുപോലെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഏരിയയിലൊക്കെ കുറച്ച് പൂഴിമണ്ണ് അല്ലെങ്കിൽ ചെളി പോലത്തെ മണ്ണായിരുന്നെങ്കിൽ ഈ ഭാഗത്ത് വന്നപ്പോഴേക്കും ശരിക്കും തൂവെള്ള കളറിലുള്ള നല്ല മണ്ണുകളും കാണാൻ പറ്റുന്നുണ്ട്. ലേക്കിൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ഒരുപാട് വെറൈറ്റി ആനിമൽസിൻ്റെ കാൽപ്പാടുകൾ നമുക്ക് കാണാം. ഇതും ലാവ് തന്നെ നിറയെ ഇருக்கு. അങ്ങനെ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇരുന്നതാണ്. ഒരു സാൻഡ്വിച്ചും കുറച്ച് റൈസും പിന്നെ ഈ ഒരു കടലയും, ഇത്രയാണ് നമുക്ക് ലഞ്ചിനായിട്ടുള്ളത്. ലഞ്ച് എന്താണെന്നുള്ളതല്ല, ലഞ്ച് കഴിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി, അതാണ് ഇതിൽ മെയിൻ അട്രാക്ഷൻ. കാടിൻ്റെ നടുക്ക് ഇതുപോലെ ഐലൻഡ് പോലുള്ള ഒരു സ്ഥലത്തിരുന്ന് ലഞ്ച് കഴിക്കാനും വേണം ഒരു ഭാഗ്യം. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു ലേക്കിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഒരു മ്ലാവ് ഒറ്റയ്ക്ക് ഇങ്ങനെ മേഞ്ഞ് കിടക്കുന്നത് കണ്ടത്. സാധാരണ മ്ലാവുകളെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കാണാറുള്ളെങ്കിൽ ഈ ഒരു മ്ലാവ് ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആയിരിക്കണം ചെളിയിലെല്ലാം നല്ല രീതിയിൽ ഉരുണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ ചെറിയൊരു മഴയുടെ ലക്ഷണമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റും അതുപോലെ ആ സ്കൈയുടെ ആ ഒരു ഭംഗിയും അതെല്ലാം കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അങ്ങനെ റാഫ്റ്റ് ചെയ്ത് പോകുന്ന ടൈമിൽ നമുക്ക് വീണ്ടും കിട്ടിയത് ഒരു മ്ലാവിനെ തന്നെയാണ്. നല്ല വെയിലുള്ള ഒരു ടൈം ആയതുകൊണ്ടായിരിക്കണം അനിമൽസ് എല്ലാം തന്നെ ഈ പുറത്തേക്ക് വരാതെ കാടിൻ്റെ സൈഡിലായിട്ടെല്ലാം കയറി നിൽക്കുന്നത്. നമ്മൾ ഈ റാഫ്റ്റ് ചെയ്ത് പോകുന്നത് ലേക്കിൻ്റെ സൈഡിലൂടെ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഏതെങ്കിലും ആനിമൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ പെട്ടെന്ന് കാണാനായിട്ട് പറ്റൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് അനിമൽസിനെ അധികം കാണാനായിട്ട് പറ്റാതിരുന്നത്. എന്തായാലും ചങ്ങാടം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ കാടിനകത്തൂടെ ട്രെക്ക് ചെയ്താണ് ഇനി പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും സൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലായിരുന്നു. എന്തായാലും നമ്മൾ ടൈഗർ ട്രെയിലിൻ്റെ ആ ഒരു ക്യാമ്പിൽ തിരിച്ചെത്തി നമ്മുടെ ലൈഫ് ജാക്കറ്റെല്ലാം തിരിച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ചങ്ങാടം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ പോയപ്പോൾ കണ്ട ആ റിവർ ടേൺ എന്ന് പറയുന്ന അതേ ബേർഡ് തന്നെ അതേ ബ്രാഞ്ചിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഈ ഒരു ലേക്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ ഒരുപാട് വാട്ടർ ബേർഡ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ കാണുന്നത് നേരത്തെ നമ്മൾ കണ്ട അതേ കൂട്ടത്തിലുള്ള ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. വലയെല്ലാം ഇട്ട് തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി നേരത്തെ പോലെ തന്നെ നടുക്ക് കൊണ്ടുപോയി ചങ്ങാടം കെട്ടിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന അപ്പൂപ്പൻ താടിയാണ്.
സാധാരണ നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇത് സുപരിചിതമാണെങ്കിലും പുറത്തു നിന്ന് വന്നിട്ടുള്ള ഇവർക്ക് ഇത് ശരിക്കും ഒരു പുതിയ കാഴ്ച തന്നെയായിരുന്നു. ആനയിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ ചങ്ങാടം എവിടെയാണ് കെട്ടുന്നതെന്നുള്ളത് കണ്ടല്ലോ. ഈ ചങ്ങാടം തുഴയുന്നതിനുള്ള ഈ തുഴ എവിടെയാണ് സേഫായിട്ട് വെക്കുന്നതെന്നുള്ളതും കൂടി കണ്ടോളൂ. നമ്മൾ ഈ നേരെ കാണുന്ന മരത്തിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾ ഈ തുഴകളെല്ലാം സേഫായിട്ട് വെക്കുന്നത്. കാരണം ഈ തുഴയാണെങ്കിലും താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മെല്ലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആനകൾ ഇത് പൊട്ടിച്ച് കളയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല ഹൈറ്റുള്ള ഈ ഒരു മരത്തിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മളിത് വളരെ സേഫായിട്ട് തന്നെ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് വീണ്ടും ഒരു കൂട്ടം കാട്ടുപന്നികൾ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേ കാട്ടുപന്നിക്കൂട്ടം തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കൂട്ടം നിൽഗിരി ലങ്കൂർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ താഴെ കൂടി ഓടുന്ന ടൈമിൽ ഹാൻഡിനെ പോലെ ഇവരുടെ ഈ ഒരു വാല് മിക്കപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് ഓടാറുള്ളത്. നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഓടുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് യുണീക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു കാഴ്ചയും ഇത് തന്നെയാണ്. എന്തായാലും ഇവരുടെ ഈ ഒരു ഓട്ടം കാണാനായിട്ടും ഒരു പ്രത്യേക രസമാണ്. നമ്മുടെ ഈ ട്രെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ. ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഒരാൾക്ക് വരുന്ന ചാർജ് 2900 രൂപയാണ്. മിനിമം 4 പേരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ 4 പേരുടെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോവാം. അതല്ല ഇനി ആളുകൾ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം നമുക്ക് പോകാനും പറ്റും. പെരിയാർ ടൈഗർ റിസർവ് .org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡേറ്റിൽ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ട്രെക്കിങ്ങിൽ നമുക്ക് കിട്ടിയൊരു ബിഗ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു കാട്ടി മാത്രമാണ്. ഒരു കാട്ടിയല്ല, ഒരു കൂട്ടം കാട്ടികളാണ് ഈ ഒരു മരത്തിൻ്റെ കൂട്ടത്തിനിടയിലായിട്ട് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് വരുന്ന ആ ഒരു വിഷ്വലും നമുക്ക് കാണാം. സാധാരണ നമ്മളിവിടെ ട്രെക്കിങ് വരുന്ന ടൈമിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കാട്ടികൾ. പക്ഷേ ഇത്തവണ നമ്മൾ വന്നപ്പോഴേക്കും കാട്ടികളാണെങ്കിലും ആനകളാണെങ്കിലും എല്ലാം വളരെ കുറവ് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു റീസൺ നമ്മുടെ ഗൈഡ് പറഞ്ഞത്, നമ്മൾ ചെല്ലുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ അവിടെ ചുറ്റിനും ഒരുപാട് ആനകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ടൈഗറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടായിരിക്കും 2 ദിവസമായിട്ട് ആനിമൽസ് ഒന്നും ഈ ഒരു ഭാഗത്തേക്ക് വരാത്തത്. ഗൈഡ് പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണെന്ന് എനിക്കും തോന്നി. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നമ്മൾ വാച്ച് ടവറിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യാൻ പോയ ആ ഒരു ടൈമിൽ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ ഒരുപാട് അനിമൽസ് എല്ലാം ആ സറൗണ്ടിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളന്ന് ടൈഗറിൻ്റെ സ്പൂ എല്ലാം കണ്ടിരുന്നു. അതിൽ നിന്ന് തന്നെ ടൈഗർ അവിടെ ആ ഒരു ടൈമിൽ ഉണ്ട് എന്നുള്ളത് കൺഫേമുമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ ആ ഒരു വീഡിയോയിൽ ആനിമൽ സൈറ്റിംഗ് വളരെ കുറവായിരുന്നു. എന്തായാലും ഇത്തവണ നമുക്ക് ഈ കാട്ടികളെ കിട്ടിയ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കാഫ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇവരുടെ ആ ഒരു മേറ്റിംഗ് സീസൺ കഴിഞ്ഞ ആ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവരുടെ കൂട്ടത്തിൽ ഇത്രയധികം കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ കാട്ടികളുടെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചധികം വാട്ടർ ബേർഡ്സ് ആയിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ടും സൂര്യൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള ലൈറ്റ് പോയതുകൊണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരുടെ ആ ഒരു വിഷ്വൽസ് നമുക്ക് എടുക്കാനും പറ്റി. ഈ മാസം 29-30 തീയതികളിൽ, അതായത് മാർച്ച് 29-30 തീയതികളിൽ നമ്മൾ തേക്കടിയിലേക്ക് 2 ദിവസത്തെ ട്രെക്കിംഗ് പ്രോഗ്രാം എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 10 പേരാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓൾറെഡി 8 സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. ആരെങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2 സീറ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഭക്ഷണവും താമസവും നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ചാർജും ഇതെല്ലാം ഉൾപ്പെടെ 6500 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്.
അപ്പോൾ ആരെങ്കിലും ഈ ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ ഷെയർ ചെയ്യാം. ആകെ 2 സീറ്റുകൾ മാത്രമാണ് ഇനി റിമൈനിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ ജൂൺ 25 തൊട്ട് 29 വരെയുള്ള ഡേറ്റിൽ നമ്മൾ കെനിയയിലെ മസായി മാറ നാഷണൽ പാർക്കിലേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനും ആർക്കെങ്കിലും വരാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെയും ഡീറ്റെയിൽസ് അയച്ചു തരാം. അങ്ങനെ ട്രെക്കിംഗ് എല്ലാം തീർത്ത് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. വേറൊന്നുമല്ല, കാടിനകത്ത് നമുക്ക് കാണാൻ പറ്റാതിരുന്ന കുറച്ച് മാനുകളെല്ലാം ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറച്ച് പന്നികളും ഉണ്ട്. നമ്മൾ ഇത്രയും നേരം കാടിനകത്ത് തിരഞ്ഞു കിടന്നിട്ടും അധികം ആനിമൽസിനെ കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് മ്ലാവുകളെയും കാട്ടുപന്നിയെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ കിട്ടി. പിന്നെ കാട്ടിൽ കയറുമ്പോൾ അത് കംപ്ലീറ്റ്ലി ലെക്കായതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒന്നും തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു ബാംബു റാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.